ഞാനും മക്കളും അമ്മയും കൂടി രാവിലെ അമ്പലത്തിൽ പോയിരുന്നു കേട്ടോ. അവിടെ വായന നടക്കുന്നുണ്ടേ. അങ്ങനെ ഞങ്ങളിത് വേഗം തൊഴുതിട്ട് വേഗം പോകുന്നു കേട്ടോ. അന്ന് ഞാനും ഏട്ടനും മക്കളും കൂടിയിട്ടാണ് കേട്ടോ ചേച്ചിയുടെ വീട്ടിലേക്ക് പോണത്. അവിടെ മകരച്ചൊവ്വയുടെ പോരണ്ടേ. അവിടെ നിറച്ചും അവിടെ പോണ വഴിക്കൊക്കെ നിറച്ചും പാടങ്ങളാണ് കേട്ടോ. അങ്ങനെ ഞാനവിടെ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് വലിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അവനെന്നോട് തലേദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇത്രയും വലിയൊരു സർപ്രൈസ് അവൻ എനിക്ക് തരുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് അറിഞ്ഞില്ല. ചേച്ചിയോട് വിളിച്ചു ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് സ്കൂളിലോട്ട് പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ ഷോക്കായി കേട്ടോ അവരെ കണ്ടപ്പോൾ. അങ്ങനെ അതേ മക്കൾ അവരെ കണ്ട സന്തോഷത്തിൽ അവർ ഭയങ്കര ഡാൻസിലാണ് കേട്ടോ. അങ്ങനെ അവർക്ക് പിന്നെ ആൾക്കാരെ കണ്ട ഭയങ്കര സന്തോഷം. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് മക്കൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ എണീച്ച് ചായയൊക്കെ കൊടുത്ത് ഞങ്ങളിതേ പൂരത്തിന് പോകാൻ റെഡി ആയിട്ടാ. ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലേ. അങ്ങനെ ഞങ്ങളിതേ പൂരസ്ഥലത്ത് എത്തിയിട്ടാ. അപ്പോൾ തിറ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഴിഞ്ഞിട്ട് അത് വേറെ ഏതോ ഒരു വരവും കൂടി ഉണ്ടായിരുന്നു. പേര് കറക്റ്റ് എനിക്കറിയില്ലേ. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. കടലൊക്കെ കഴിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം നല്ല തിരക്കുണ്ടായിരുന്നേ. പിന്നെ മെയിൻ വരവുകൾ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ രാത്രി ആയപ്പോഴാണ് കേട്ടോ അവരുടെ വരവ് വന്നത്. അങ്ങനത്തെ ഞങ്ങളെ നാട്ടിലുള്ള ബാൻഡായിരുന്നു കേട്ടോ. കുമ്പിടി ബീച്ചിൻ്റെ എന്താണ് തമ്പോലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ നാട്ടുകാരായിട്ട് പറയാമെന്ന് വിചാരിക്കുക. ഇത് സൂപ്പറായിരുന്നേ. എൻ്റെ മക്കളിനെ ആദ്യം ചേച്ചിയുടെ വീട്ടിലാക്കിയതിൻ്റെ ശേഷം എനിക്ക് ഏട്ടനൊരു ഐസ്ക്രീം വാങ്ങിച്ചു തന്നിരുന്നു കേട്ടോ. മക്കൾക്ക് ജലദോഷമാണ്, അതാണ് കൊടുക്കാതിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഓക്കെ, ബായ്.